ഞങ്ങളുടെ ചേട്ടന് വരുന്നത് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ കാണാൻ വന്നത് സാധാരണക്കാർ ഞങ്ങളുടെ ചേട്ടൻ വരികയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ഞങ്ങളുടെ ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ചങ്ങട്ടം തൃശ്ശൂർ താമര വിരിയിച്ചു. ഇനി ഞങ്ങൾ നല്ല നാടാവും, നല്ലൊരു കുഴപ്പമില്ലാത്ത നാടാവും. നന്ദി. തൃശ്ശൂർ പൂരം മുടക്കിയവർക്ക് സുരേഷ് ഗോപി കൊടുക്കുന്ന തൃശ്ശൂർ പൂരമാണെന്ന് അത് ഞങ്ങൾ ആഘോഷിക്കാൻ അടിച്ചു പൊളിക്കുകയാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് 75,000 വോട്ട് ആരും പ്രതീക്ഷിച്ചില്ല. ജയിച്ച ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അല്ലാണ്ട് 500-600 വോട്ടല്ല, 75,000 വോട്ടിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. അത് വെറുതെ വോട്ടല്ല, ജനങ്ങളെ അറിയാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ. എടുക്കോടെ ചോദിച്ചു എടുത്തില്ലേ, ഇനി ഒന്നും പറയാനില്ല. സന്തോഷമുണ്ട്. അതായത് നമ്മളില്ലേ നമ്മുടെ എനിക്ക് എന്റെ കുടുംബത്തിക്ക് അരി വാങ്ങാനായിട്ട് പോർന്നു ചെയ്യാൻ, പക്ഷെ എടുക്കുമെന്ന് പറഞ്ഞ എടുത്താണ്. ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നു 15,000 വോട്ടിന് ജയിക്കുന്നു, പക്ഷെ 75,000 പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നത് വളരെ ഗംഭീരമായിട്ട് സന്തോഷമുണ്ട്. വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. ഞാൻ പുറത്തായിരുന്നു. ഇവിടെ സുരേഷ് ഗോപി മത്സരിക്കുന്നേക്കാൾ മുൻപ് തന്നെ ഞങ്ങളുടെ അവിടേക്ക് ഒരു മൊബൈലിലുള്ള ഒരു പാക്കേജ് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു കോട്ടപ്പടി ഭാഗത്തേക്ക്, ഗുരുവായൂർ ഭാഗത്തേക്ക്. അന്നേ തൊട്ട് തന്നെ സുരേഷ് ഗോപി വളരെ മനുഷ്യസ്നേഹിയായി ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. താങ്ക് യു. പിണറായി വിജയൻ പറയുന്നുണ്ട് അവന്റെ ഓട്ടോണ്ടാണ് ഫോണെടുത്ത് കാണിച്ചാ അവന്റെ ഓട്ടോണ്ടല്ല, CPM പറയുന്നുണ്ട് മറ്റോന്റെ ഓട്ടോണ്ടാണ്. സ്വന്തം വ്യക്തിത്വം സുരേഷ് ഗോപിയുടെ അതാണ് ആളുകള്. ഈ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കെ മുരളീധരൻ വോട്ട് എന്ന കാലത്ത് മോദിയുടെ എന്താ പ്രതികരിച്ചത്? BJP ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങുന്ന പറഞ്ഞത്, തൃശ്ശൂർ തുടങ്ങിയ അക്കൗണ്ട് അതാണ് വേണ്ടത്. ഞങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഗതി നടന്നു, അതിൽ സന്തോഷമാണ് ഞങ്ങൾക്ക്. മുരളീധരൻ ഇപ്പൊ കാണാൻ ഏത് ബാങ്കിലാണെന്ന് അറിയില്ല, സ്റ്റേറ്റ് ബാങ്കിലാണ് ഏത് ബാങ്കിലാണെന്ന് അറിയില്ല. മുരളീധരൻ താമരയ്ക്ക് വെള്ളമൊഴിക്കാൻ പോയി. അടുത്തായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കുകയാണ്. വെട്ടിക്കടയും മുറുക്കക്കടയിലൊക്കെ എടുത്തുകൊണ്ട് പോകണം. അതല്ലെങ്കിൽ അവര് പണ്ട് ലൈവ് ഇട്ടായിരുന്നു തൃശ്ശൂർ എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടിക്കടയുണ്ട് എന്നൊക്കെ. ആ പെട്ടിക്കടയിൽ മറ്റു സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോകട്ടെ. ഇത്രയും കാലം കാത്തിരിക്കണം. താമര വരില്ല പറഞ്ഞു, വിരിഞ്ഞു. 2024 താമര വരുന്നു. ഇനി ഇവിടുന്നാണ് പിരിച്ചതാണ്. സുരേഷ് ഗോപി വന്നോട് പിരിച്ചല്ലേ, സന്തോഷം, വളരെ സന്തോഷം. സന്തോഷമില്ലേടാ, സന്തോഷമാണ്. നമുക്ക് ആദ്യമായിട്ട് താമര വിരിഞ്ഞു കേരളത്തില്, അത് തൃശ്ശൂര്. സാംസ്കാരികം നല്ലതല്ലേ, അവിടെ തന്നെ വിരിഞ്ഞില്ലേ, അതാണ് വേണ്ടത്. തൃശ്ശൂർക്കാർക്ക് അറിയാം, ബുദ്ധിയുണ്ട്, ആരും കൊണ്ടിടക്കില്ല. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരളീധരൻ? എന്താ പറഞ്ഞു? കാലത്ത് പൊട്ടും വിരിയില്ല പറഞ്ഞില്ലേ, വിരിച്ചില്ലേ? ആര് ആളവിടെ പോയെന്ന് നമുക്കറിയില്ല. സുനിൽകുമാറിനെ കാണാനില്ല. ഇവിടെ സുരേഷ് ഗോപി അദ്ദേഹം ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ നെഞ്ചിലുണ്ട്, അത്രമാത്രം. അതാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി. BJP വിജയത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. സുരേഷ് ഗോപി ജയിച്ചാൽ അതിലേറെ സന്തോഷം. തൃശ്ശൂർ താമര വിരിഞ്ഞാൽ അതിലേറെ സന്തോഷം. അമ്മമാര് ഞങ്ങളെ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോ കുറെ മുസ്ലിം സ്ത്രീകൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ സുരേഷ് ചേട്ടനെ ഇനി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ സുരേഷ് ഗോപി ജയിച്ചാല് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രയത്നിച്ചു. അദ്ദേഹത്തിന്റെ പ്രയത്നം കൂടിയാണ് ഈ ഒരു വിജയം. ഇതാണ് സുരേഷ് ഗോപി വിജയം. ഇതിൽ വിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങളുടെ ചങ്കല്ലേ ചരിത്ര വിജയമാണ് സുരേഷ് ഗോപിയുടെ. കേരളത്തിലും ചരിത്ര വിജയമാണ്. പറയാ പക്ഷേ നമുക്ക്